റോസ് വാട്ടർ കൊണ്ട് മുഖത്തെ സൗന്ദര്യം കൂട്ടാനും മുഖം നല്ലതുപോലെ ഗ്ലോ ആക്കാനുമായിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. നമ്മൾ ഈ ഒരു കാര്യം നിസ്സാരമാക്കി കളയരുത്. നല്ലതുപോലെ റിസൾട്ട് നൽകുന്ന ഒരു കാര്യമാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നല്ലൊരു മാറ്റം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതെന്താണെന്നുള്ളത് പറയാം. അതിൻ്റെ മുന്നേ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ഒരു ബെല്ലൈക്കൻ കൂടി അമർത്തുമ്പോൾ 3 ഓപ്ഷൻ നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും. അതിനകത്ത് ഓൾ എന്ന ഓപ്ഷൻ അമർത്താൻ മറക്കരുത്. നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ റംസാനിയ. ഞാനൊരു ബ്യൂട്ടീഷ്യനാണ്. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്, നമ്മൾ പല കാര്യത്തിനും വേണ്ടി റോസ് വാട്ടർ ഉപയോഗിക്കാറുണ്ട്. ഇപ്പം ഏതൊരു പാക്ക് ഉപയോഗിക്കാനാണെങ്കിലും ഏതൊരു ക്രീം ഇടുന്നതിനാണെങ്കിലും എല്ലാത്തിനും നമ്മൾ റോസ് വാട്ടർ മെയിനായിട്ട് ചേർക്കാറുണ്ട്. റോസ് വാട്ടറും വേറൊരു കാര്യം കൂടി ചേർക്കുമ്പോൾ അതെന്താണെന്നുള്ളത് ഞാൻ പറയാം. ഈ 2 കാര്യം കൂടി ചേർത്ത് നമ്മുടെ മുഖത്ത് തേക്കുകയാണെങ്കിൽ മുഖം നല്ലതുപോലെ ഗ്ലോ ആവാനും മുഖത്ത് നിറം കൂട്ടാനുമായിട്ട് സാധിക്കും. ഇത് നിസ്സാരമായിട്ട് കളയേണ്ട ഒരു കാര്യമല്ല, കാരണം നല്ലതുപോലെ എഫക്റ്റ് നൽകുന്ന ഒരു കാര്യമാണ്. ഇപ്പം ചർമ്മത്തിനകത്ത് മറ്റുള്ള എന്ത് പ്രശ്നമുള്ളവരാണെങ്കിലും ഈ ഒരു കാര്യം ചെയ്യൂ, 100% നിങ്ങൾക്ക് റിസൾട്ട് നൽകും. അത് എങ്ങനെയാണ് ചെയ്യുന്നത്, അതെന്തൊക്കെ വേണം എന്നുള്ളത് ഞാൻ പറയാം. അതിലേക്ക് നമുക്ക് പോയാലോ. ഈ റോസ് വാട്ടറിൻ്റെ കൂടെ 2 കാര്യങ്ങൾ കൂടി ചേർത്ത് നമുക്ക് രാത്രിയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുഖത്തെ സൗന്ദര്യം കൂട്ടാനായിട്ട് സാധിക്കും. നമ്മൾ പുറത്തു നിന്ന് പിന്നെ ഒരു കാര്യവും പോലും മേടിച്ച് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യുക പോലും ചെയ്യില്ല. അതെങ്ങനെയാണ്, എന്താണ് ഇതിൻ്റെ കൂടെ വേണ്ടതെന്നുള്ളത് ഞാൻ പറയാം. നമ്മുടെ മെയിൻ സംഭവം നമ്മുടെ റോസ് വാട്ടർ തന്നെയാണ്. ഇതിൻ്റെ കൂടെ ഞാൻ വേറെ 2 കാര്യങ്ങൾ കൂടി ചേർക്കുന്നുണ്ട്. അതെന്താണെന്നുള്ളത് പറയാം. ആദ്യം നമുക്കൊരു ബൗൾ വേണം. അതിലേക്ക് നമുക്ക് വേണ്ടത് റോസ് വാട്ടറാണ്. നമ്മുടെ മെയിൻ സംഭവം റോസ് വാട്ടർ തന്നെയല്ലേ. 1 സ്പൂൺ റോസ് വാട്ടർ വേണം. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. റോസ് വാട്ടർ 1 സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ അടുത്തതായി ചേർക്കാൻ പോകുന്നത് നമ്മുടെ അലവേറ ജെല്ലാണ്. അലവേറ ജെല്ല് നമുക്ക് 1 സ്പൂണാണ് വേണ്ടത്. 1 സ്പൂൺ അലവേറ ജെല്ലും കൂടി ചേർത്തിട്ടുണ്ട്. അതിന് ശേഷം നല്ലതുപോലെ മിക്സ് ആക്കണം. ഓക്കെ, നല്ലതുപോലെ മിക്സ് ആക്കി. ഇനി ഇതിലേക്ക് ഞാൻ അടുത്തതായി ചേർക്കാൻ പോകുന്നത് നാരങ്ങ നീരാണ്. അത് 1 സ്പൂൺ നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കണം. അതിന് ശേഷം നല്ലതുപോലെ മിക്സ് ആക്കണം. കണ്ടല്ലോ, ഈ ഒരു ലിക്വിഡ് രൂപത്തിൽ, അതായത് ഒരു വാട്ടർ രീതിയിലായിട്ടാണ് നമുക്ക് ഈ ഒരു സംഭവം കിട്ടുന്നത്. ഇതാണ്, അതായത് നമ്മൾ ചേർത്തേക്കുന്ന റോസ് വാട്ടറും അലവേറ ജെല്ലും ലെമൺ ജ്യൂസും കൂടി ആകുമ്പോൾ നല്ലതുപോലെ സ്കിന്നിന് ബ്രൈറ്റ് ആക്കാനും ഗ്ലോ ആക്കാനും ഒക്കെ ആയിട്ട് സാധിക്കും. നമ്മൾ ഈ ഒരു ക്രീം അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഒരു കാര്യം കൂടി നമ്മൾ ചെയ്യണം. അതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ക്രീം അപ്ലൈ ചെയ്യുന്നത്. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് 2 ദിവസം ഈ ഒരു അളവിലാണെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. കൂടുതലായിട്ട് തയ്യാറാക്കി വെക്കുന്നതിനെക്കാട്ടിലും നമുക്ക് 2 ദിവസത്തേക്ക് തയ്യാറാക്കി വെച്ച് ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഇത് നമ്മൾ ഉണ്ടാക്കിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ സ്കിന്നിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ല ഗുണം കിട്ടുന്നതായിരിക്കും. ഇതാണ് നമ്മുടെ സ്കിൻ ബ്രൈറ്റനിങ് ആവാനും ഗ്ലോ ആവാനും സ്കിന്നിൻ്റെ ഡെഡ് സ്കിൻ റിമൂവ് ആവാനും സ്കിന്നിൻ്റെ ഓപ്പൺ പോഴ്സിനെ എല്ലാം മാറ്റി സ്കിൻ സോഫ്റ്റ് ആക്കാനും നല്ലതുപോലെ നിറം കൂട്ടാനുമായിട്ട് സാധിക്കുന്ന ഒരു ക്രീം എന്ന് പറയാം. ഒരു ലിക്വിഡ് ക്രീമാണ് ഇത്. നിങ്ങൾക്ക് നല്ല ഗുണം കിട്ടും. ഞാൻ കള്ളം പറയല്ല, നല്ല ഗുണം കിട്ടുന്ന സംഭവമാണ്. കാരണം റോസ് വാട്ടർ നമ്മൾ നിസ്സാരക്കാരനായിട്ട് കാണരുത്. റോസ് വാട്ടർ മാത്രമായിട്ട് നിങ്ങൾക്ക് ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ തന്നെ ഗുണവും കിട്ടും. അതിൻ്റെ കൂടെ ഈ 2 കാര്യം കൂടി ആകുമ്പം നല്ലതുപോലെ റിസൾട്ട് കിട്ടും. റോസ് വാട്ടർ വെച്ച് നമ്മുടെ മുഖത്ത് വെറുതെ ഒന്ന് തേച്ചാൽ തന്നെയും സൗന്ദര്യം കൂട്ടാനായിട്ട് നമുക്ക് സാധിക്കും. അതിൻ്റെ കൂടെ ഈ കാര്യം കൂടി ചേർത്തപ്പോൾ നല്ലതുപോലെ നമുക്ക് മാറ്റം കണ്ടെത്താനും കൂടി സാധിക്കുന്നതാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്യാനായിട്ട് നോക്കണം. ഈ ഒരു കാര്യം നിങ്ങൾ റെഗുലറായി യൂസ് ചെയ്യുമ്പോൾ തന്നെ നല്ല മാറ്റം നിങ്ങളുടെ ചർമ്മത്തിന് ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. പിന്നെ ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞ കാര്യത്തിനകത്ത് എന്തെങ്കിലും ഡൗട്ടോ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാനായിട്ട് മറക്കരുത്. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ലൈക്ക് ചെയ്തോളൂ. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി ഗ്രൂപ്പിലേക്കും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.